ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ മലയാളം +1 മലയാളം പരീക്ഷ കുട്ടികൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ്. എങ്ങനെയാണ് ചോദിക്കുക, അതൊക്കെ നമ്മൾ ഓൾറെഡി എത്ര മാർക്കിന് ചോദിക്കുക, എങ്ങനെ വരും എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത്, മാർക്കിൻ്റെ വിതരണം എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കി എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. +1 സെക്കൻഡ് ടേമിനൽ എക്സാമിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം, മലയാളം പരീക്ഷ നമുക്ക് ഫസ്റ്റ് ടേമിൽ ഉണ്ടായിരുന്നില്ല. പല സ്കൂളുകളും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കി അവരെന്ത് ചെയ്തു, പരീക്ഷ നടത്തുകയുണ്ടായി. അതൊരു ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നിൽക്കുന്നുണ്ട്. ഗവൺമെൻറ് തലത്തിൽ അല്ലെങ്കിൽ ഒരു സംസ്ഥാന തലത്തിൽ മൊത്തത്തിൽ +1 ആദ്യത്തെ പരീക്ഷയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നടക്കാൻ പോകുന്ന സമയത്ത് എത്ര പാഠഭാഗങ്ങൾ, ഓരോ യൂണിറ്റിൽ നിന്ന് എത്ര മാർക്കിനുള്ള ചോദ്യങ്ങൾ, ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആദ്യം മാർക്കിൻ്റെ പാറ്റേൺ എന്ത് ചെയ്യുക, മക്കളൊന്ന് ഓർമ്മിച്ച് വെക്കുക. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് +1 ഉണ്ട്, +2 ഉണ്ട്. +1 നമ്മുടെ 10ാം ക്ലാസ്സിലെ പോലെയുള്ള രീതിയല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, പിന്തുടരുന്നത്. നേരെ മറിച്ച് 2 മാർക്കിനുള്ള ചോദ്യങ്ങളായിരിക്കും ആദ്യം തന്നെ ഉണ്ടായിരിക്കുക. അപ്പോൾ 2 മാർക്ക് ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഓർമ്മയിൽ വെക്കുക. ദെൻ നെക്സ്റ്റ് അടുത്ത നമ്മൾ പോകുന്നത് 4 മാർക്ക് ചോദ്യങ്ങളിലേക്കായിരിക്കും. 4 മാർക്ക് നമ്മൾ 10ാം ക്ലാസ്സിൽ എങ്ങനെയാണോ എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെയുള്ള 4 മാർക്കിനുള്ള ചോദ്യങ്ങളും ഉണ്ടായിരിക്കും. അതിൻ്റെ ഉത്തരം രേഖപ്പെടുത്താനുണ്ടായിരിക്കും. അടുത്തതായിട്ട് വരാൻ പോകുന്നത് 2 മാർക്കും 4 മാർക്കും കഴിഞ്ഞിട്ട് 6 മാർക്കിൻ്റെ ഒരു 4 ചോദ്യങ്ങൾ എന്ത് ചെയ്യും, കടന്നു വരും. 10ാം ക്ലാസ്സിൽ നമ്മൾ ഉപന്യാസം എഴുതാൻ 2 ചോദ്യങ്ങൾ 6 മാർക്കിൻ്റേതാണ് എഴുതിയത് എങ്കിൽ ഇവിടെ 6 മാർക്കിൻ്റെ 4 ചോദ്യങ്ങൾ എന്ത് ചെയ്യും, കടന്നു വരും. ഇത് കൂടാതെ 6 മാർക്കിൻ്റെ തന്നെ ഒരു പാരഗ്രാഫിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യം എന്ത് ചെയ്യും, നമുക്ക് പരീക്ഷയ്ക്ക് കാണാം. പാരഗ്രാഫിനെ അടിസ്ഥാനപ്പെടുത്തി അതിൽ നിന്ന് ഒരു 3 ചോദ്യം തരും. ആ പാരഗ്രാഫിനെ ബേസ് ചെയ്തുകൊണ്ട് 3 ചോദ്യം. ഓരോ ഉത്തരം എഴുതുമ്പോഴും നമുക്ക് കിട്ടുന്നത് എന്താണ്, 2 മാർക്ക് വീതമാണ്. ഇതും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നിങ്ങൾ ഓർമ്മിച്ച് വെച്ചേക്കണം. ദെൻ നെക്സ്റ്റ് ഉപന്യാസം വരുന്നത് 8 മാർക്കിനാണ്. 8 മാർക്കിൻ്റെ 2 ഉപന്യാസ ചോദ്യങ്ങൾ കൂടി എന്ത് ചെയ്യും, ഈ പരീക്ഷയ്ക്ക് കടന്നു വരാം. അപ്പോൾ 2 മാർക്കിൻ്റെ ഒരു 4 ചോദ്യങ്ങളോളം എന്ത് ചെയ്യാം, നമുക്ക് ഒബ്ജക്റ്റ് ടൈപ്പ് കാണാം. 2 ഉത്തരങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, തിരഞ്ഞെടുക്കേണ്ടത്. 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ കാണാം, 6 മാർക്കിൻ്റെ 4 ചോദ്യങ്ങൾ കാണാം. അതോടൊപ്പം തന്നെ ഒരു പാരഗ്രാഫ് തന്നിട്ട് ആ പാരഗ്രാഫിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള 3 ചോദ്യങ്ങളുണ്ടായിരിക്കും. ഓരോ ഉത്തരത്തിനും 2 മാർക്ക് വീതമായിരിക്കും. ദെൻ 8 മാർക്കിൻ്റെ 2 ഉപന്യാസ ചോദ്യങ്ങളുണ്ടായിരിക്കും. എത്രമാത്രം നിങ്ങൾ എഴുതണം എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ടാകും. ആ നിർദ്ദേശം വായിച്ച് ഒരു പുറത്തിലാണെങ്കിൽ ഒരു പുറത്തിൽ, 1.5 പുറത്തിലാണെങ്കിൽ 1.5 പുറത്തിൽ കവിയാതെ തന്നെ എന്ത് ചെയ്യണം, മക്കൾ ഉത്തരം എഴുതിയേക്കണം. ഓക്കെ, ഇനി നോക്കുന്ന സമയത്ത് ജൂൺ ജൂലൈ മാസങ്ങളിൽ നമുക്ക് പ്രധാനമായിട്ടും 4 യൂണിറ്റുകളാണ് പഠിക്കാനുള്ളത്. കിനാവ്, കാഴ്ച, ഉള്ളറിവ്, ഉറവ്. കിനാവ്, കാഴ്ച, ഉള്ളറിവ്, ഉറവ്. ഇതിനകത്ത് ഈ 3 യൂണിറ്റുകളാണ് നമുക്ക് ഈ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, പരാമർശിക്കാൻ പെടാൻ പോകുന്നത്. ഈ 2 യൂണിറ്റും മുഴുവനായിട്ട് എന്ത് ചെയ്യും, ചോദ്യങ്ങളായിട്ട് കടന്നു വരും. ഇതിനകത്തു നിന്നുള്ള 2 ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്നുണ്ട്. നോക്കുക, കിനാവ് എന്ന യൂണിറ്റിനകത്തുനിന്നും 30 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, ചോദ്യപേപ്പറിനകത്ത് വരാൻ പോകുന്നത്. കിനാവ് എന്ന യൂണിറ്റിനകത്ത് സന്ദർശനം എന്നുള്ള ഒരു കവിത നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. മീരയുടെ ഓർമ്മയുടെ ഞരമ്പ് എന്ന പാഠഭാഗം പഠിക്കാനുണ്ടായിരുന്നു. വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്നുള്ള ഒരു വൈൽഡ് ലൈഫ് യാത്രാ വിവരണം തയ്യാറാക്കുന്ന ആളുടെ ഒരു വിവരണം നമുക്ക് പഠിക്കാനുണ്ട്. മത്സ്യം എന്നുള്ള കവിതയെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. സന്ദർശനം, ഓർമ്മയുടെ ഞരമ്പ്, വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ, മത്സ്യം. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കടന്നു വരുന്ന 2 ചാപ്റ്റേഴ്സ്, ഒന്ന് സന്ദർശനമാണ്, മറ്റൊന്ന് ഓർമ്മയുടെ ഞരമ്പാണ്. ഈ 2 ഭാഗത്തുനിന്ന് ഏകദേശം 10 മാർക്കോളം എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് കടന്നു വരാം. സന്ദർശനം, ഓർമ്മയുടെ ഞരമ്പ്, വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ, മത്സ്യം. ഈ 4 ചാപ്റ്റേഴ്സാണ് ഫസ്റ്റ് യൂണിറ്റിനകത്ത് വരുന്നത്. മൊത്തം ഈ യൂണിറ്റിനകത്ത് നിന്ന് 30 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുക, പൊതുവെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കാണാൻ സാധിക്കുക. ദെൻ നെക്സ്റ്റ് കാഴ്ച എന്ന് പറയുന്ന യൂണിറ്റ്. കാഴ്ച എന്ന് പറയുന്ന യൂണിറ്റിനകത്തും നമുക്ക് 30 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുക, ഈ യൂണിറ്റിനകത്തുനിന്നും ക്വസ്റ്റ്യൻ പേപ്പറിനകത്തേക്ക് വരാൻ പോകുന്നത്. കായലരികത്ത്, സിനിമയും സമൂഹവും, കളവ് പോയ സൈക്കിളും, കഴിഞ്ഞുപോയ കാലഘട്ടവും, കൈപ്പാട്, കേൾക്കുന്നുണ്ടോ.
കായലരികത്ത് സിനിമയും സമൂഹവും, കളവ് പോയ സൈക്കിളും കഴിഞ്ഞുപോയ കാലഘട്ടവും. ഇതിനകത്ത് കളവ് പോയ സൈക്കിളും കഴിഞ്ഞുപോയ കാലഘട്ടവും സിനിമയും സമൂഹവും, ഈ രണ്ട് പാഠഭാഗത്തു നിന്ന് ഏകദേശം 15 മാർക്കോളം ചോദ്യങ്ങൾ എന്ത് ചെയ്യും, ഇതിനകത്ത് നിന്ന് മാത്രം ചോദിക്കും. കായലരികത്ത് സിനിമയും സമൂഹവും, കളവ് പോയ സൈക്കിളും കഴിഞ്ഞുപോയ കാലഘട്ടവും, കൈപ്പാട് കേൾക്കുന്നുണ്ടോ? അപ്പോൾ പൊതുവായിട്ടുള്ള ഡോക്യുമെൻ്ററി ഫിലിമുകളുടെയും ഫീച്ചർ ഫിലിമുകളുടെയും വ്യത്യാസത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ഇതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഉത്തരങ്ങളായിട്ട് വരാൻ വേണ്ടിയുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, ഇതിനകത്ത് പ്രതീക്ഷിക്കാം. ചുരുക്കത്തിൽ 30 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഈ പാഠഭാഗത്തു നിന്ന് എന്ത് ചെയ്യാൻ കഴിയുക, നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ യൂണിറ്റിനകത്ത് 30, ഈ യൂണിറ്റിനകത്ത് 30, അങ്ങനെ മൊത്തം 60 മാർക്കായി. അപ്പോൾ ഇനി വരാൻ പോകുന്ന 2 ചാപ്റ്റേഴ്സ് ഏതാണ്? ഉള്ളറിവ് എന്ന യൂണിറ്റിനകത്ത് നിന്നാണ്. കാവ്യകലയെക്കുറിച്ച് ചില നിരീക്ഷണങ്ങൾ, ഊഞ്ഞാലിൽ എന്നീ 2 പാഠഭാഗങ്ങളിൽ നിന്ന് എത്ര മാർക്കിനുള്ള ചോദ്യം വരും? 20 മാർക്കിൻ്റെ ചോദ്യമാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, വരാൻ പോകുന്നത്. കാവ്യകലയെക്കുറിച്ചുള്ള ചില നിരീക്ഷണങ്ങൾ. ഇതിലൊക്കെ മക്കൾ എന്ത് ചെയ്യേണ്ട, ഇത് കറക്റ്റ് ഇങ്ങനെ തന്നെ എന്നുള്ള രൂപത്തിൽ ചിന്തിക്കേണ്ട. കാരണം ഓപ്ഷൻസ് ഉണ്ടാവും, നമുക്ക് ഒഴിവാക്കാനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും, പകരം ഉത്തരം എഴുതാനുള്ള സ്പേസ് എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ട, വിഷമിക്കേണ്ട ആവശ്യമില്ല. പാഠഭാഗത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ 30, 60 + 20 80 മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പരീക്ഷയ്ക്ക് 100-ൽ 100 എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റും. അപ്പോൾ ഈ പറയപ്പെട്ട യൂണിറ്റുകളെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മക്കളൊന്ന് ഓർത്ത് വെക്കുക. കിനാവിനകത്തുള്ള ഈ 4 ചാപ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് സന്ദർശനം, ഓർമ്മയുടെ ഞരമ്പ്. കാഴ്ച എന്ന പാഠഭാഗത്ത് കായലരികത്ത് സിനിമയും സമൂഹവും, കളവ് പോയ സൈക്കിളും കഴിഞ്ഞുപോയ കാലഘട്ടവും, കൈപ്പാട് കേൾക്കുന്നുണ്ടോ. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് സിനിമയും സമൂഹവും, കളവ് പോയ സൈക്കിളും കഴിഞ്ഞുപോയ കാലഘട്ടവും. ഉള്ളറിവ്, കാവ്യകലയെക്കുറിച്ച് ചില നിരീക്ഷണങ്ങൾ, ഊഞ്ഞാലിൽ. ഇത് 2 ഭാഗത്തുനിന്ന് എന്ത് ചെയ്യും, ചോദ്യങ്ങൾ കടന്നു വരാം. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നോക്കി പഠിച്ച് സെറ്റാക്കി വെച്ചേക്കുക. ഈ പാഠഭാഗങ്ങൾ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, യൂട്യൂബിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ക്ലാസ് കാണുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒട്ടും വൈകാതെ എന്ത് ചെയ്യണം, ഇതിനിടയിൽ നിങ്ങൾ രേഖപ്പെടുത്തിയേക്കണം. ഓക്കെ, താങ്ക് യു.